നമ്മൾ ഇന്നത്തെ ബൈബിൾ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ദാവീദ് ഹെബ്രോൻ എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് എല്ലാ ഇസ്രായേലിനും രാജാവായി മാറ്റപ്പെടുന്നു. രാജാവായി മാറ്റപ്പെട്ടതിന് ശേഷം രാജതലസ്ഥാനം ഒരുക്കുന്നതിനുള്ള ഒരു ക്രമത്തിലേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. ശൗൽ തൻ്റെ തലസ്ഥാനമായി സ്വീകരിച്ച സ്ഥലത്ത് നിന്ന് മാറി പുതിയൊരു സ്ഥലം അദ്ദേഹം തിരഞ്ഞെടുത്തു. ആ സ്ഥലം ആരുടെ കരങ്ങളിലാണ് ഇരുന്നത്? ആരാണ് അവിടെ ആദ്യം താമസിച്ചിരുന്നത്? യെബൂസ്യർ താമസിച്ചിരുന്ന പട്ടണം പിന്നീട് ദാവീദ് പിടിച്ചെടുത്തു. ദാവീദ് അവരോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു, നിനക്കതിന് കഴിയില്ല എന്ന്. എന്നാൽ ദാവീദ് ആ പ്രശ്നത്തെയെല്ലാം അതിജീവിച്ച് ആ പട്ടണം പിടിച്ചെടുത്തതുകൊണ്ട് ആ പട്ടണത്തിന് ദാവീദിൻ്റെ പട്ടണമെന്നും പിൽക്കാലത്തത് ജെറുസലേം എന്നും അറിയപ്പെട്ടു. അവിടെ ഒരു സ്ഥലം ദൈവാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി ദൈവം അവന് വേർതിരിച്ചു കൊടുത്തു. നമ്മൾ ഓർക്കുന്നുണ്ട്, ഒർണാൻ എന്ന ഒരു യെബൂസ്യൻ്റെ കളം. അവിടെ ദൈവത്തിൻ്റെ ദൂതൻ കൈ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് ദാവീദ് പ്രവർത്തിച്ചതിനാൽ ആ സ്ഥലം വിലയ്ക്ക് വാങ്ങി. പിൽക്കാലത്ത് ആ സ്ഥലത്താണ് ഒരു ദൈവാലയം അവർക്ക് ആദ്യമായി ലഭിക്കുന്നത്. അതാണ് ജെറുസലേം ദൈവാലയം ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയ ഭാഗത്ത് നമ്മൾ പഠിക്കാനായി ശ്രമിച്ചത്. ഇന്ന് അതിനോട് തുടർന്ന് നമ്മൾ ഉള്ള ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ കയ്യിലുള്ള ബൈബിളെല്ലാം കൃത്യതയോടുകൂടെ പഠിക്കുന്നതിന് വേണ്ടി കരങ്ങളിൽ എടുത്തു വയ്ക്കുക. 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം 11 മുതൽ 25 വരെയും 1 ദിനവൃത്താന്തം 14-ാം അധ്യായവുമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് പഠിക്കുന്നത്. 2 ഭാഗങ്ങളിലും ഏകദേശം സാമ്യമുള്ള ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദിനവൃത്താന്തങ്ങൾ എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ ദിനവും നടക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുന്ന പുസ്തകത്തിന് പറയുന്ന പേരാണ് ദിനവൃത്താന്തം. ആരുടെ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളാണ്? രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഓരോ ദിനവും അത് രേഖപ്പെടുത്തി 2 പുസ്തകങ്ങളാക്കി വേർതിരിച്ചതാണ് 1ഉം 2ഉം ദിനവൃത്താന്തങ്ങൾ. ഓരോ ദിനവും ഉള്ള വൃത്താന്തങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ എഴുതി 2 പുസ്തകങ്ങളാക്കി വേർതിരിച്ചതാണ്. അങ്ങനെ നമ്മൾ 2 ശമൂവേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് ഒരു രാജാവിൻ്റെ സഹായം സ്വീകരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ആദ്യമായി വായിക്കുന്നത്. ഏതാണ് ആ രാജാവിൻ്റെ പേര്? സോർ എന്ന രാജ്യത്തിലെ രാജാവായ ഹീരാം. ഈ ഹീരാം 2 കാര്യങ്ങൾക്ക് ദാവീദിനെയും ശലോമോനെയും സഹായിക്കും. ആദ്യം രാജാവിന് ഒരു അരമന പണിയാൻ, രാജാവിന് കൊട്ടാരം പണിയുന്നതിന് വേണ്ടി അദ്ദേഹം ദേവദാരു മരങ്ങൾ, പിന്നെ ആശാരിമാർ, കൽപ്പണിക്കാർ, ഇങ്ങനെയുള്ളവരെയെല്ലാം രാജാവായ ദാവീദിന് വേണ്ടി അയച്ചു കൊടുക്കുകയാണ്. ഇതേ മനുഷ്യൻ തന്നെയാണ് ദാവീദിൻ്റെ മകൻ്റെ കാലഘട്ടത്തിൽ യെരുശലേം എന്ന സ്ഥലത്ത് ദൈവാലയം പണിയുന്നതിന് വേണ്ടി ആവശ്യമായ വസ്തുക്കളും അതിനു വേണ്ടിയുള്ള പണിക്കാരെയും അന്ന് നൽകുന്നത് ഹീരാമാണ്. ഹീരാം അതുകൊണ്ട് തന്നെ ദാവീദിനും ദാവീദിൻ്റെ മകനായ ശലോമോനും വളരെ പ്രിയപ്പെട്ട ഒരു അയൽ രാജ്യത്തിലെ രാജാവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി വ്യാപാരം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി ഇൻഡസ്ട്രീസ് ഉള്ള, അല്ലെങ്കിൽ കപ്പലും കടലും ഒക്കെ വളരെയധികം അവർക്ക് ഉപയോഗത്തിന് വേണ്ടി ഉള്ള സാഹചര്യങ്ങൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. കടൽ ഗതാഗതം ഏറ്റവും കൂടുതൽ ആ നാളുകളിൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ സോർ എന്ന പട്ടണത്തിലൂടെയാണ്. സോർ ആ നാളുകളിൽ ഈ ഓരോ സാധനങ്ങളും ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കൊണ്ടുവരുന്നത് ഏത് വഴിയാണ്? കപ്പൽ മാർഗം അല്ലെങ്കിൽ കടൽ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ആ നാളുകളിൽ ജലഗതാഗതവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഒരു പട്ടണമാണ് സോർ. എന്നാൽ ഈ പട്ടണങ്ങൾക്ക് കുറേ കാലം കഴിയുമ്പോൾ ഭയങ്കര നാശം സംഭവിക്കും. നമ്മൾ വായിക്കുന്നുണ്ട്, സോറിനും സീദോനും സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം, യെശയ്യാവ് 23-ാമത്തെ അധ്യായത്തിൽ സോർ എന്ന പട്ടണത്തിന് വരാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് നമ്മൾ വായിക്കും. യെശയ്യാവ് 23-ാമത്തെ അധ്യായം. അവിടെ വായിക്കുന്നു, സോറിനെ കുറിച്ചുള്ള പ്രവാചകം, അതായത് സോർ എന്ന പട്ടണത്തെക്കുറിച്ച് പറയുകയാണ്.
തർഷീസ് കപ്പലുകളെ മുറയിടുവിൻ. അതായത് ഈ കപ്പൽ ഗതാഗതവും കപ്പലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ബിസിനസ്സും എല്ലാം ഉള്ള ഒരു പട്ടണമായിരുന്നു അത്. അവിടെ ഒരു വീടും ശേഷിക്കാതെ വണ്ണം, പ്രവേശനമില്ലാതെ വണ്ണം അത് ശൂന്യമായിരിക്കുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ സമുദ്ര തീര നിവാസികളെ, അതിൻ്റെ അർത്ഥം ഈ പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്തത്? സമുദ്രത്തിൻ്റെ തീരത്താണ്. സമുദ്ര തീര നിവാസികളെ, സമുദ്ര സഞ്ചാരം ചെയ്യുന്ന സീദോന്യ വർത്തകന്മാർ നിന്നെ പൂർണ്ണമാക്കിയല്ലോ. അപ്പോൾ സമുദ്ര സഞ്ചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടൽ വഴിയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പട്ടണത്തിൽ ഉള്ളത്. അതൊരു തുറമുഖ പട്ടണമാണ്. എന്നിട്ട് പറയുന്നു, വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും നീല നദിയിങ്കലെ കൊയ്ത്തും അതിന് ആദായമായി വന്നു. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആദായ മാർഗങ്ങളാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വലിയ വെള്ളത്തിന്മേൽ സീഹോർ പ്രദേശത്തെ കൃഷിയും. വലിയ വെള്ളത്തിന്മേൽ എന്ന് പറഞ്ഞാൽ കടൽ ഗതാഗതത്തിലൂടെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. രണ്ടാമത്, നീല നദിയിങ്കലെ കൊയ്ത്ത്. നീല നദിയിങ്കലെ കൊയ്ത്തെന്ന് പറഞ്ഞാൽ ജലം അടുത്ത് നല്ല അക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് കൃഷി നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട ധനമാർഗങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ഒന്ന്, കടൽ വഴിയുള്ള വ്യാപാരവും രണ്ടാമത് ഫലഭൂയിഷ്ഠമായ നദി അടുത്തുണ്ടായിരുന്നത് കൊണ്ട് കൃഷിയും. അങ്ങനെ ഈ ഫലഭൂയിഷ്ഠമായ നദി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ നിന്ന് നല്ല മരങ്ങൾ ദൈവാലയ നിർമ്മാണത്തിനും ശലോമോൻ്റെ കൊട്ടാരം, അരമന നിർമ്മിക്കാൻ വേണ്ടിയും കളക്ട് ചെയ്യുന്നത്. ഏത് മരമാണ് പ്രധാനമായിട്ടും അവിടെ നിന്ന് കൊണ്ടുവരുന്നത്? ദേവദാരു എന്ന് പറയുന്ന മരം. അപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മരമാണ്, വിലയുള്ള മരമാണ്. ഇത് ആ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വളരാനായിട്ടുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് അവരവിടെ നിന്ന് എന്ത് ചെയ്യും? അത് എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ടേഷനാണ്. അപ്പോൾ അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സാണ്. എന്തിനാണ് ദാവീദുമായിട്ട് ഇവർ ഈ ബിസിനസ് ഉണ്ടാക്കിയത്? ദാവീദുമായിട്ട് എന്താണ് അവരുണ്ടാക്കുന്നത്? ഒരു ബിസിനസ് ഉണ്ടാക്കുകയാണ്. ഇന്നലെ വരെ സോർ എന്ന രാജാവും ദാവീദുമായിട്ട് വേറെ വലിയ കണക്ഷനൊന്നുമില്ല. പക്ഷേ രാജാവായ ദാവീദ് രാജസ്ഥാനത്ത് വരുമ്പോൾ തൊട്ടടുത്ത രാജ്യമായ സോറിലെ രാജാവ് നല്ലൊരു ബിസിനസ് കണക്ഷൻ ഉണ്ടാക്കുകയാണ്, നല്ലൊരു ബിസിനസ് ഉണ്ടാക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? പലപ്പോഴും ഈ ഇസ്രായേലിന് സംഭവിക്കുന്നത് നമ്മൾ നോക്കിയാൽ അറിയാം. തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ ഇവരുമായിട്ട് എന്ത് ചെയ്യും? പിണങ്ങും. പിണങ്ങിയിട്ട് അങ്ങോട്ടുള്ള വെള്ളം കൊടുക്കില്ല, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ പല രീതിയിൽ ഈ രാജ്യങ്ങൾ തമ്മിൽ പിണക്കമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ദാവീദ് അത്രയും പവർഫുള്ളാണെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ ദാവീദുമായിട്ടുള്ള ഒരു വ്യാപാര ബന്ധം സോർ എന്ന രാജ്യം അല്ലെങ്കിൽ ടയർ എന്ന രാജ്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മളെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏത് വലിയ വ്യക്തിയും അല്ലെങ്കിൽ എത്ര പവർഫുള്ളായ ആളും നമ്മളോട് ചേർന്ന് വരാനുള്ള വഴി ദൈവം ഒരുക്കും. ആ കാലഘട്ടത്തിൽ ജെറുസലേമൊന്നും ഒട്ടും പ്രസിദ്ധി ആർജിച്ചിട്ടില്ല. ദാവീദ് ഭരണം തുടങ്ങുമ്പോൾ വലിയ മെച്ചപ്പെട്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ്. ഇവരിവിടെ വന്ന് പതിയെ പതിയെ രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഒരു സ്ഥലത്ത് കൂടെ ഇവർ, നമുക്കറിയാം, ഈ ഗിദെയോൻ്റെ കാലഘട്ടത്തിലൊക്കെ അറിയാമല്ലോ, ഒരു സ്ഥലത്ത് ഇവർ എന്ത് ചെയ്യും? കൃഷി ചെയ്യും. മറ്റൊരു വശത്തു കൂടെ വന്ന് നശിപ്പിച്ചുകൊണ്ട് പോകും. മിദ്യാന്യർ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ഇവരൊട്ടും സേഫല്ല. ഇവരുടെ കയ്യിലൊന്നുമില്ല, കിട്ടുന്നതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ദാവീദിൻ്റെ കാലഘട്ടത്തിലാണ് ഇവർക്ക് അത്രയും ശക്തമായൊരു വളർച്ച ഉണ്ടാകുന്നത്. ദാവീദ് ഭരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഭരണം തുടങ്ങിയപ്പോൾ തന്നെ ദൈവം അവൻ്റെ ശത്രുക്കളെയെല്ലാം അവന് അനുകൂലമാക്കി തീർക്കുകയാണ്. നമുക്കൊരു ഭാഗം വായിക്കാം. അത് വായിച്ചാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലാകും. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. 16:7 എടുത്തോ. ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. അർത്ഥം മനസ്സിലായോ? ഒരുത്തൻ്റെ വഴിയിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വഴികൾ ആർക്കിഷ്ടമാകുമ്പോൾ? യഹോവയ്ക്ക് ഇഷ്ടമാകുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ദാവീദിനെ ആർക്കിഷ്ടമായി? ദാവീദിനെ ദൈവത്തിന് ഇഷ്ടമായി. ദാവീദിൻ്റെ വഴികൾ ദൈവത്തിന് ഇഷ്ടമായി. ദാവീദിനെയും ദാവീദിൻ്റെ വഴികളെയും ദൈവത്തിന് ഇഷ്ടമായപ്പോൾ
ചുറ്റുപാടുമുള്ള അയൽ രാജ്യങ്ങൾ, ശത്രുപക്ഷത്ത് നിന്ന രാജ്യങ്ങളെയും ദൈവം അവന് അനുകൂലമായി ഇണക്കിക്കൊടുത്തു. ദാവീദാണോ അങ്ങോട്ട് പോയി സ്നേഹബന്ധം ഉണ്ടാക്കിയത്? അല്ല. ശത്രുക്കൾ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങൾ, ശത്രുപക്ഷത്ത് ഒരുപക്ഷെ വരേണ്ട രാജ്യങ്ങളൊക്കെ ഈ രാജ്യത്തോട് അനുകൂലമായൊരു നിലപാട് എടുക്കുകയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വഴികൾ ദൈവത്തിന് പ്രസാദകരമായി തോന്നണം. നമ്മുടെ വഴികൾ ദൈവത്തിന് പ്രസാദകരമായി തോന്നിയാൽ നമ്മുടെ എല്ലാ വഴികളിലും ദൈവം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തരും. നമ്മുടെ വഴികൾക്ക് തടസ്സമായി, വിഘാതമായി ഏതൊക്കെ ശത്രുക്കൾ ഏതൊക്കെ വഴിയിലൂടെ നമുക്കെതിരെ വന്നാലും ദൈവത്തിന് നമ്മുടെ വഴി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് ചലിച്ചതെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ വഴിയിൽ ദൈവം ശത്രുക്കളെ പൂർണ്ണമായിട്ട് അകറ്റിത്തരികയും ശത്രുക്കളെ നമുക്ക് മിത്രങ്ങളാക്കി തരികയും ദൈവത്തിന് അത് ചെയ്യാനും സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് അത് മനസ്സിലാക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ വഴികൾ യഹോവയ്ക്ക് പ്രസാദകരമായി തോന്നിയാൽ അവൻ്റെ ശത്രുക്കളെയും ദൈവം അവന് അനുകൂലമാക്കി തരും. അതിൻ്റെ അർത്ഥം എന്താണ്? ശത്രുവിൻ്റെ നേരെ നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാനോ അവൻ്റെ എതിരെ പോകേണ്ടതായിട്ടോ വരികയില്ല. ശത്രു നേരെ മിത്രമായി തീരുന്നൊരു സാഹചര്യം ദൈവം ഒരുക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വഴി ആർക്കിഷ്ടപ്പെടണം? ദൈവത്തിന് ഇഷ്ടപ്പെടണം. എങ്ങനെയാണ് ദാവീദിൻ്റെ വഴി ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്? ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും സ്വന്തമായിട്ടൊരു തീരുമാനവും എടുക്കാറില്ല. ഏത് കാര്യമായിരുന്നാലും ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച് മാത്രമാണ് ദാവീദ് തീരുമാനം എടുത്തിരുന്നത്. നമുക്കറിയാം, ഏത് ചെറിയ കാര്യവും ദൈവത്തിൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചോദിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ്. ദൈവത്തിനറിയാം നമ്മളെ ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം ഇടങ്ങളിൽ ഉയർത്തണമെന്നും വളർത്തണമെന്നും ജീവിതത്തിൽ അനുഗ്രഹിക്കണമെന്നും. ദൈവിക ആലോചനകൾ ചോദിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്താണ് ദൈവം നൽകുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി വ്യാപരിപ്പിക്കും. അതിന് നമ്മൾ ദൈവത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ വഴികളിൽ പൂർണ്ണമായും ആശ്രയിക്കണം. സ്വന്തം വഴികളിൽ ഒരിക്കലും ആശ്രയിക്കരുത്. സ്വന്തം വിവേകത്തിൽ ഒരിക്കലും ഊന്നരുത്. ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം, ഡിപ്പെൻഡ് ചെയ്യണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ വായിക്കുന്നത്, ഒന്ന് ഞാൻ പറഞ്ഞത്, ഈ സോർ രാജാവ് ഹീരാം ദാവീദിൻ്റെ അരികിലേക്ക് വരികയാണ്. അതിൻ്റെ അർത്ഥം, ഒരു വ്യക്തിയെ ദൈവം ഉയർത്തിയാൽ അത് ലോകം തിരിച്ചറിയും. ദാവീദിനെ ഉയർത്തിയത് ആരാണ്? ദൈവമാണ്. മനുഷ്യരാണോ? അല്ല. മനുഷ്യൻ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടും അതിൻ്റെ പിന്നാലെയൊന്നും ദാവീദ് പോയില്ല. ദാവീദിനെ ഉയർത്തിയത് ദൈവമാണ്. ഒരു മനുഷ്യനെ ദൈവമാണ് ഉയർത്തിയതെങ്കിൽ അത് ലോകം മുഴുവനും അറിയും. ദാവീദ് ചുറ്റുപാടുമുള്ള അയൽ രാജ്യങ്ങളിൽ അവൻ്റെ ശ്രുതി എത്തപ്പെടുന്നത് അങ്ങനെയാണ്. ദൈവത്താൽ നമുക്ക് ഈ ലോകത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഏത് ഉയർച്ചയും ആരിൽ നിന്ന് മാത്രമേ നേടാൻ പാടുള്ളൂ? ദൈവത്തിൽ നിന്ന് മാത്രമേ നേടാനായിട്ട് പാടുള്ളൂ. ദൈവം ഉയർത്തിയാൽ നിങ്ങളെ ലോകമറിയും. ദൈവമല്ല നിങ്ങളെ ഉയർത്തിയതെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ലോകം അറിഞ്ഞതിനേക്കാൾ മോശമായിട്ട് ലോകം നിങ്ങളെക്കുറിച്ച് അറിയേണ്ടതായിട്ട് വരും. ദൈവമാണ് നിങ്ങളെ ഉയർത്തിയതെങ്കിൽ നിങ്ങളെ അറിയേണ്ടതുപോലെ ഈ ലോകം അറിയും. നമ്മളൊരു പ്രശസ്തിക്ക് വേണ്ടിയോ നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയോ ആരുടെ മുന്നിലും നമ്മൾ പോകേണ്ടതായിട്ട് വരികയില്ല. ദാവീദ് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. എന്താണെന്നറിയാമോ? ലോകത്തിൽ ഒരു സ്ഥാനവും ഒരു പദവിയും ഒരു ഉയർച്ചയും നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കൊരിക്കലും നേടിയെടുക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഇതെല്ലാം നമുക്ക് കിട്ടും. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുന്ന ഒരു മനുഷ്യന് എല്ലാ പദവികളും ദൈവം നൽകി അനുഗ്രഹിക്കും. ആ പദവിയിലുള്ള അവന് കിട്ടിയ നന്മ ലോകം തിരിച്ചറിയുകയും ചെയ്യും. ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ നമ്മൾ ലോകത്തിലേക്ക് പോകേണ്ടതില്ല. ലോകം നമ്മെ അറിയും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്,
നന്മ അന്വേഷിച്ച് ദാവീദ് പോയോ? അടുത്തുള്ള രാജ്യത്തേക്ക് ഒരു ആവശ്യം തേടി ദാവീദ് പോയോ? ഇല്ല. തനിക്ക് കൊട്ടാരം പണിയണം. പക്ഷേ കൊട്ടാരം പണിയണമെന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്? ദാവീദല്ല. നിങ്ങൾ നോക്കുക, ആ ഭാഗം നമ്മൾ വായിച്ചാൽ അറിയാം. 2 ശമൂവേലിൻ്റെ പുസ്തകം. സോർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, എന്നിട്ട് പണിക്കാരെയും അയച്ചു. അവർ ദാവീദിന് ഒരു അരമന പണിതു. ദാവീദിന് ഒരു അരമന വന്ന് പണിയുകയാണ്. അപ്പോൾ ദൈവം അറിയുകയാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന മനുഷ്യന് എന്ത് ആവശ്യമുണ്ടെന്ന് ദൈവം അറിയുകയാണ്. ഒരു അധികാരത്ത് അവനെ കൊണ്ട് ഇരുത്തിക്കഴിഞ്ഞാൽ ആദ്യം അവൻ എന്ത് കൊടുത്തു? രാജ്യ തലസ്ഥാനം കൊടുത്തു. രാജ്യ തലസ്ഥാനം കൊടുത്തിട്ട് അവൻ സ്വന്തമായിട്ട് ഒരു അരമന പണിയാനായിട്ട് ആഗ്രഹിച്ച് ഇറങ്ങിയതല്ല. ദൈവം അവനുള്ള അരമന പണിത് കൊടുക്കുകയാണ്. ദൈവം അവനുള്ള അരമന പണിത് കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമായതെല്ലാം ദൈവം തക്ക സമയത്ത് നമുക്ക് പണിത് തരും. ഏതെല്ലാം മേഖലയിലാണോ നമുക്ക് ആവശ്യങ്ങളുള്ളത്, ഏതെല്ലാം മേഖലയിലാണോ നമ്മൾക്ക് കാര്യങ്ങൾ അനിവാര്യമായിട്ടുള്ളത്, എവിടെയെല്ലാമാണോ നമുക്ക് ഉയർച്ച ഉണ്ടാവേണ്ടത്, എവിടെയെല്ലാമാണോ നമ്മൾ മാനിക്കപ്പെടേണ്ടത്, അത് എല്ലാം ദൈവം കൃത്യസമയത്ത് നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവൻ എല്ലാം അതതിൻ്റെ സമയത്ത് ഉചിതമായി ചെയ്തു തരുന്ന ദൈവമാണ്. ദാവീദ് ആഗ്രഹിച്ചിട്ടല്ല അവന് വേണ്ടി ഒരു ഭവനം ദൈവം പണിത് കൊടുക്കുന്നത്. നമ്മൾ പാടുന്നുണ്ട്, എനിക്കൊരു ഭവനം പണിത് തരും, എനിക്ക് ഒരു വാസസ്ഥലം നൽകി ദൈവം എന്നെ ഉറപ്പിക്കും, ഒരു ദേശത്ത് ദൈവം എന്നെ നടും, ഒരു ദേശത്ത് ദൈവം എന്നെ പണിയും. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് നിൽക്കുക. നമുക്കാവശ്യമായ ജോലിയും പദവിയും നമുക്കാവശ്യമായ ഭവനവും വസ്തുവും എല്ലാം നമ്മളറിയാതെ അനേകരിലൂടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി പണിത് തരും. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഒരു ഇസ്രായേൽ ജാതിക്കാരനും അവിടെയുള്ള 12 ഗോത്രങ്ങളിലുള്ള ഒരു മനുഷ്യനും രാജാവായ ദാവീദിന് വേണ്ടി ഒരു കൊട്ടാരവും അരമനയും പണിത് കൊടുക്കാൻ മുന്നോട്ട് വന്നില്ല. പക്ഷെ തൊട്ടടുത്ത രാജ്യത്ത് നിന്ന് ഒരു രാജ്യ അധികാരിയായ ഹീരാമിനെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിന് ഒരു അരമന പണിത് കൊടുക്കണം, ഒരു ഭവനം പണിത് കൊടുക്കണം. നമ്മൾ ഓർക്കുക, ദൈവത്തിൻ്റെ നടത്തിപ്പ് എങ്ങനെയാണ്? നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു ഭവനം ആവശ്യമുണ്ടോ? ആര് തരും? ദൈവം തരും. ദാവീദ് പോയി തനിയെ പണി തുടങ്ങിയതാണോ? അല്ല. നമുക്കെന്ത് ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം. അത് നമ്മളറിയാത്ത ആൾക്കാരിലൂടെ ദൈവം കൃത്യമായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരും. നിങ്ങൾക്കിത് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റെടുത്തു കൊള്ളണം. ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് ഏത് ആവശ്യം വന്നാലും ഒരു വ്യക്തിയുടെ മുമ്പിലും പോയി കൈ നീട്ടേണ്ടി വരില്ല. ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആരുടെ മുമ്പിലും പോയി യാചിക്കേണ്ടി വരില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്ത് വിശ്വസ്തയോടുകൂടെ ദൈവത്തോട് എപ്പോഴും വഴി ചോദിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് ആവശ്യമുണ്ടെങ്കിലും ഒരു മുടക്കവും കൂടാതെ ദൈവം അത് നടത്തി കൊടുത്തിരിക്കും. അത് ദൈവം ചെയ്ത ഒരു വാഗ്ദത്തമാണ്, ദൈവം ചെയ്ത ഒരു അനുഗ്രഹമാണത്. ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു നന്മയ്ക്കും അവൻ മുടക്കം വരുത്തുകയില്ല. നമ്മൾ ചിന്തിക്കും കർത്താവിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന്. പക്ഷേ കർത്താവിൻ്റെ പിന്നാലെ പോയി നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയി നോക്കണം. ഒരു കാര്യവും അവൻ മുടക്കം വരുത്തില്ല. ഒരു കാര്യം, ഒരു ചെറിയ കാര്യം പോലും ദൈവം നമുക്ക് മുടക്കം വരുത്തില്ല. നിങ്ങൾക്ക് ഓരോ ചെറിയ കാര്യവും എന്തൊക്കെയാണോ ജീവിതത്തിൽ ആവശ്യമായത്, അനിവാര്യമായിരിക്കുന്നത്, ഇതെല്ലാം ദൈവം കൃത്യമായി അതതിൻ്റെ സമയത്ത് ചെയ്തു തരും. ദാവീദിന് രാജ തലസ്ഥാനം ആവശ്യമായി വന്നു, അത് കൊടുത്തു. അടുത്ത് കൊട്ടാരം വേണം, ആര് പണിത് കൊടുത്തു? തൊട്ടടുത്ത രാജ്യത്തിലെ രാജാവ് വന്ന് പണിത് കൊടുക്കുകയാണ്. നമ്മളൊന്നും അങ്ങോട്ട് ചോദിച്ചു പോണ്ട. നമുക്ക് പറ്റുന്ന ഒരു കുറവെന്നറിയാമോ? നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു പോകും. ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, അനുസരിക്കണം. ഓരോ കാര്യങ്ങളും ചോദിക്കണം. ദൈവമേ, ഞാൻ അങ്ങോട്ട് പോകണോ? അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം? ഞാൻ ഏത് വഴി മൂവ് ചെയ്യണം? ഈ വഴി നിനക്കിഷ്ടമാണോ? ഞാൻ ഇവിടെ ജീവിക്കുന്നത് നിനക്കിഷ്ടമാണോ? ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് നിനക്കിഷ്ടമാണോ? ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നിൻ്റെ ഹിതമാണോ? ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ചോദിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? ദാവീദ് ചോദിക്കാതെ പുറത്തുനിന്ന് ആളിനെ കൊണ്ടുവന്ന് അരമന പണിത് കൊടുത്തു. അതാണ് ദൈവത്തിൻ്റെ കരുതൽ. ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്യണം.
ദൈവത്തോട് ആലോചന ചോദിച്ച് മാത്രം പോകണം. എല്ലാ കാര്യങ്ങളും അതതിൻ്റെ സമയത്ത് ദൈവം ചെയ്തു തരും. കാരണം ദൈവത്തിൻ്റെ വചനങ്ങളും വാഗ്ദത്തങ്ങളും ഒന്നും ഒരിക്കലും മാറിപ്പോകാത്തതാണ്. നമ്മൾ വീണ്ടും വായിച്ചാൽ ആ ഭാഗത്ത് തന്നെ നമുക്കറിയാം, ദൈവം ഒരു കാര്യവും അന്വേഷിച്ച് പോകാനായിട്ട് അവൻ്റെ ജീവിതത്തിൽ ഇടവരുത്തിയില്ല. എല്ലാം പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് അവന് നന്മ ദൈവം കൊണ്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്ന നമുക്കൊരു വാക്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എത്രാമത്തെ സങ്കീർത്തനമാണ്? 23-ാമത്തെ സങ്കീർത്തനമാണ്. ഇനി ആ സങ്കീർത്തനം ഒന്നെടുത്ത് 23-ാമത്തെ സങ്കീർത്തനം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആരാണ് ഈ സങ്കീർത്തനം എഴുതിയത്? ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. നിങ്ങൾ നോക്കുക 5-ാമത്തെ വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. പിന്നെയോ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അതായത് എനിക്കെപ്പോഴും നിറവിൻ്റെ അനുഭവമാണ്. നന്മയും കരുണയും ജീവിതത്തിൽ ആവശ്യമായ നന്മ, ആവശ്യമായ കരുണ എങ്ങനെ ലഭിക്കുകയാണ്? ആയുഷ്കാലം മുഴുവനും ദാവീദിന് കിട്ടുകയാണ്. അങ്ങനെ കിട്ടിയ നന്മയാണ് ഇപ്പോൾ ജെറുസലേമിൽ നിൽക്കുമ്പോൾ ഒരു കൊട്ടാരം പണിത് കൊടുക്കുകയാണ്, ഒരു ഭവനം പണിത് കൊടുക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുകയാണ്, മാനിക്കുകയാണ്. പിന്നെയോ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നൊരു ഉറപ്പ് ദാവീദ് തിരിച്ചു പറയുകയാണ്. ഞാൻ ദൈവത്തോട് ചേർന്ന് വസിക്കും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ട് ചേർന്ന് നിൽക്കാതിരുന്നാൽ ഇത് എന്ത് ചെയ്യും? തന്നതെല്ലാം എന്ത് ചെയ്യും? തിരിച്ചെടുക്കും. അതിനുള്ള ഒരു ഓപ്ഷനുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ മക്കൾക്ക് ഇഷ്ടദാനമായിട്ട് അപ്പനും അമ്മയും വസ്തുവകകൾ എഴുതി കൊടുത്താലും മക്കളത് നല്ല രീതിയിൽ നോക്കുന്നില്ലെങ്കിലോ അപ്പനോടോ അമ്മയോടോ നല്ല രീതിയിൽ കരുതൽ കൊടുക്കുന്നില്ല എങ്കിലോ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും അത് തിരിച്ചെന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം. അങ്ങനെ ഒരു നിയമം നമ്മുടെ ലോകത്തിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നിയമം എവിടെയുണ്ട്? സ്വർഗത്തിലുമുണ്ട്. ദൈവം ഇതെല്ലാം തന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആയുഷ്കാലമൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ്, ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പാടുന്നുണ്ടല്ലോ, ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാൻ. ഓർമ്മയുണ്ടോ? ദൈവം തന്നു എല്ലാം എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിക്കാൻ. അല്ലെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ജീവകാലം മുഴുവനും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘമായി ചേർന്ന് വസിക്കാനാണ്. ദൈവത്തിൻ്റെ ആലയത്തോട് ചേർന്ന് വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് ദൈവം ഇതെല്ലാം നമുക്ക് തന്നത്. നമ്മളൊരിക്കലും മറന്നു പോകരുത്. നമുക്കൊരു നന്മ കിട്ടിയാൽ, നമുക്കൊരു ഭവനം കിട്ടിയാൽ, നമുക്കൊരു ജോലി കിട്ടിയാൽ, മക്കളെ കിട്ടിയാൽ, അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി നൽകും. ഈ നന്മകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിട്ട് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവാലയത്തോട് ചേർന്നിരിക്കുവാനും ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരിക്കാനും നമ്മൾ മറന്നു പോവുകയോ താല്പര്യക്കുറവ് കാട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ നൽകിയ നന്മകളെ നമ്മുടെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കൂടെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരുത്. ദൈവം തന്നതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കണം. നമ്മളെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. എല്ലാ സൗകര്യങ്ങളുമായി എന്ന് കരുതി നമ്മൾ വീട്ടിൽ കയറി ഇരിക്കരുത്. എല്ലാം നമുക്ക് കിട്ടി എന്ന് കരുതി നമ്മളിനി എല്ലാം ശാന്തമായി എന്ന് കരുതി വെറുതെ ഇരിക്കരുത്. ഒന്നും ശാന്തമായിട്ടില്ല. ഇനിയും എന്ത് ചെയ്യാം? പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദാവീദിനറിയാം ഇതെല്ലാം തന്നതാരാണ്? ദൈവമാണ്. ഈ നന്മ തന്നു, ദൈവം കരുണ കാണിച്ചു, അതായത് വീട് തന്നു, എല്ലാ ശത്രുക്കളെയും മാറ്റിക്കൊടുത്തു, അയൽ രാജ്യക്കാർ തന്നോട് സ്നേഹത്തിലായി, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി ലഭിച്ചു. എങ്കിലും ഒരു ഉറപ്പ് ദൈവത്തിന് കൊടുക്കുകയാണ്, എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കും. നമ്മളത് കൊടുക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ വീണ്ടും താഴോട്ട് വായിക്കുക. നമ്മളുടെ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദിന് ആദ്യം മക്കൾ ലഭിക്കുന്നത് എവിടെ വെച്ചാണ്? ഹെബ്രോനിൽ. രണ്ടാമത് മക്കൾ ലഭിക്കുന്നത് ജെറുസലേമിൽ വച്ചിട്ടാണ്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യെരുശലേമിൽ വെച്ച് അവന് ജനിച്ച മക്കൾ, യെരുശലേമിൽ വെച്ച് ബാക്കി മക്കൾ അവന് ജനിക്കുകയാണ്.
അങ്ങനെ ആ മക്കളുടെ പേരുകൾ അവിടെ നമ്മൾ വായിച്ചു. അതിനുശേഷം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വീണ്ടും ഒരു പ്രശ്നമുണ്ടാകുകയാണ്. എന്താണ് പ്രശ്നം? ദാവീദിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടു. ഫെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിക്കാനായിട്ട് വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്നു. ഫെലിസ്ത്യർ ആരാണ്? ഇസ്രായേലിൻ്റെ ശത്രുക്കളാണ്. ശൗലിനെ കൊന്നതാരാണ്? അല്ലെങ്കിൽ ശൗൽ മരിച്ചതാണ്. ആ ശൗലിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിയത് ആരാണ്? ഫെലിസ്ത്യരാണ്. നമ്മൾ ഈ പുസ്തകം 2 ശമൂവേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഗിൽബോവ പർവ്വതത്തിൽ വച്ചിട്ട് ശൗലും കൂടെയുള്ള എല്ലാവരും പരാജയപ്പെട്ടു പോയ ഒരു വാർത്ത നമ്മൾ മനസ്സിലാക്കും. അവിടെ ഇസ്രായേൽ രാജാവായ ശൗലിനെ പരാജയപ്പെടുത്തിയത് ഫെലിസ്ത്യരാണ്. ഇവർ ഇപ്പോൾ ദാവീദിനെതിരെ വരികയാണ്. അവർക്കറിയാം ഇത്രയും ദിവസം ശൗൽ രാജ അധികാരത്തിന് കീഴിലില്ല, മരിച്ചുപോയി. എല്ലാ ജനങ്ങളെയും ചൂഷണം ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. ദാവീദ് എല്ലാ ഇസ്രായേലിനും 12 ഗോത്രങ്ങൾക്ക് രാജാവായി തീർന്നതുകൊണ്ട് ഇനി രാജാവായി ദാവീദിനെ ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫെലിസ്ത്യർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് നിങ്ങൾ നോക്കുക. ദൈവം ഒരു മനുഷ്യന് അനുകൂലമായിരുന്നാൽ ശത്രുക്കൾ അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവർ എങ്ങനെയാകും? അനുകൂലമാകും. അതൊരു വശമാണ്. അതുപോലെ ദൈവം നമ്മളോട് കൂടെ നിൽക്കുമ്പോൾ ശത്രു നമ്മൾ എന്ത് ചെയ്യാനും സാധ്യതയുണ്ട്? ആക്രമിക്കാനായും സാധ്യതയുണ്ട്. അതായത് ദൈവത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ എല്ലാം എളുപ്പമെന്ന് കരുതരുത്. ഒരു വശത്തുകൂടെ ആര് വരും? ശത്രു നമ്മളെ ആക്രമിക്കാനുള്ള ഒരു വഴിയുണ്ട്. അത് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. എല്ലാം ശരിയായെന്ന് കരുതി നമ്മളങ്ങനെ ഇരിക്കരുത്. ദാവീദ് അത് മനസ്സിലാക്കുകയാണ്. ആദ്യം ശത്രു വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇതേ ഭാഗം തന്നെയാണ് 1 ദിനവൃത്താന്തം 14-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. 8-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ എല്ലാ ഇസ്രായേലിനും രാജാവായി അഭിഷേകം ചെയ്തു എന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ അവർ ഒരുമിച്ച് ദാവീദിനെ പിടിക്കാൻ വന്നു. ദാവീദ് അത് കേട്ട് അവരുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോയി. എന്ത് ചെയ്തു? ഒഴിഞ്ഞുപോയി. അപ്പോൾ ശത്രു നമ്മുടെ മുന്നിൽ നമ്മളെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു ആക്രമണത്തിനും ഇറങ്ങി പുറപ്പെടരുത് എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ശത്രു നമ്മളെ ആക്രമിക്കാനായിട്ട് വരും. പക്ഷേ ദൈവിക ആലോചന കിട്ടിയില്ല എങ്കിൽ പതിയെ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം. നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുകയാണ്, നിങ്ങളുടെ കുടുംബത്തിലൊരു സങ്കടം ഉണ്ടാകുകയാണ്. ആ ഒരു പ്രശ്നമോ പ്രതികൂലമോ സങ്കടമോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ വേഗത്തിൽ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു മാറേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പതിയെ ഒഴിഞ്ഞു മാറണം. അല്പം വെയിറ്റ് ചെയ്യണം, അല്പം ശാന്തമാകാനായിട്ടിരിക്കണം. എന്നിട്ട് ദൈവത്തോട് നിങ്ങൾ ആലോചന ചോദിക്കണം. ദൈവം നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്നത് വരെ നിങ്ങൾ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടരുത്. ദാവീദിന് വേണമെങ്കിൽ 12 ഗോത്രങ്ങളുടെ സപ്പോർട്ടുണ്ട്, ശക്തമായൊരു സൈന്യമുണ്ട്, വേണമെങ്കിൽ ഫെലിസ്ത്യരെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടാം. പക്ഷേ അത് ചെയ്യുന്നില്ല. ശക്തമായൊരു സൈന്യമുണ്ടെങ്കിലും നല്ലൊരു രാജ്യ തലസ്ഥാനമുണ്ട്, എല്ലാ കാര്യങ്ങളും ക്രമപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശത്രുവിനെതിരെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ദൈവം കൂടെ ഉണ്ടാകണമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ദൈവം കൂടെ ഇല്ല എങ്കിൽ നമുക്ക് ശത്രുവിനെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും പ്രാപ്തി കൊണ്ടും ഒരിക്കലും ശത്രുവിൻ്റെ മേൽ ജയമെടുക്കാനായി നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നത്, എഫെസ്യർക്കെതിരെ ലേഖനത്തിൽ, നിങ്ങൾക്ക് ശത്രുവിനെ തോൽപ്പിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ സർവായുധ വർഗം ധരിക്കണം. ഇല്ലാതെ വെറുതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശത്രു നിങ്ങളെ പരാജയപ്പെടുത്തും, നമ്മൾ തോറ്റുപോകും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, അവൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കണം, ദൈവസന്നിധിയോട് ചേർന്നിരിക്കണം. ദാവീദ് നേരെ പോയത് ദൈവസന്നിധിയിലാണ്. ദൈവത്തോട് അടുത്ത് ചെന്നു. എന്നിട്ട് ദൈവത്തോട് ചോദിച്ചു, യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ആരോടാണ് ആലോചന ചോദിക്കുന്നത്? ദൈവത്തോടാണ് ആലോചന ചോദിക്കുന്നത്. നമ്മൾ എത്ര ശക്തരായാലും, നമ്മൾ എത്ര
എത്ര വലിയ മിടുക്കൻ എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ആലോചന ചോദിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ ദൈവം ആ കാര്യങ്ങളിൽ നമ്മളെ വിജയ തീരത്ത് എത്തിക്കാനായി നമ്മുടെ മുന്നേ ഉണ്ടാകും. യുദ്ധം ദൈവമാണ് ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. യഹോവ യുദ്ധവീരനായ ദൈവമാണ്, യുദ്ധവീരനായ ദൈവം. ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നത് അവൻ സർവ്വസൈന്യാധിപൻ എന്നതാണ്. സകല യുദ്ധതന്ത്രങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന സൈന്യാധിപൻ നമുക്ക് വേണ്ടി ചെയ്തു തരും. അതിനുവേണ്ടി നമ്മൾ ആ സൈന്യത്തിൻ്റെ അധിപതിയായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയോട് ആലോചന ചോദിച്ചു മാത്രമേ ശത്രുവിനെതിരെ നമ്മൾ മുന്നോട്ട് പോകാനായി ശ്രമിക്കാവൂ. ദാവീദ് ചോദിക്കുകയാണ്, ഞങ്ങൾ പോകട്ടെ. എന്നാൽ നിങ്ങൾ നോക്കണം, ഫെലിസ്ത്യരെ ആക്രമിക്കുന്നതിന് മുമ്പ് ശൗൽ പരാജയപ്പെടുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. ശൗൽ ആരോടാണ് ആലോചന ചോദിച്ചത്? ദൈവത്തോടല്ല. ആരോടാണ്? ഒരു വെളിച്ചപ്പാടത്തിയോട് ആലോചന ചോദിച്ചു. അതായത് മനുഷ്യനോട് ആലോചന ചോദിച്ചു. മനുഷ്യനിൽ ആശ്രയിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? മനുഷ്യനുള്ള ആശ്രയം വ്യർത്ഥമാണ്. എന്നാൽ ദാവീദ് ആരോട് ചോദിച്ചു? ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തോട് ചോദിച്ചു, ഞാൻ എങ്ങോട്ട് പോകട്ടെ? ഞാൻ പോകുന്ന കാര്യത്തിൽ എനിക്ക് കൃത്യമായ അനുഗ്രഹം ഉണ്ടാകുമോ? ഹെബ്രോനിൽ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ചോദിക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ എങ്ങോട്ട് പോകണം? യഹൂദയിൽ പോയാൽ മതിയോ? യഹൂദയിൽ പോയാൽ അവിടെ എവിടെ പോകണം? ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പോൾ പറഞ്ഞു എവിടെ പോകണം? നീ ഹെബ്രോനിൽ പോകണം. അപ്പോൾ അവിടെയും ദൈവം പറഞ്ഞു കൊടുത്തു, നീ ഈ സ്ഥലത്ത് എന്ത് ചെയ്യണം? പോകണം. അതുപോലെ ശൗലിനെ തോൽപ്പിച്ചവരാണ് ഫെലിസ്ത്യർ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവരെ നീ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? ദൈവം പോണ്ടെന്ന് പറഞ്ഞാൽ ദാവീദ് പോകില്ല. ദൈവം പറയുന്നതിനപ്പുറം ദാവീദ് ഒരു കാര്യവും ചെയ്യാനായിട്ട് നിന്ന് കൊടുക്കുകയുമില്ല. അങ്ങനെ ദൈവം പറഞ്ഞു, നീ പോകാനായിട്ട് പറഞ്ഞു. 19-ാമത്തെ വാക്യം, ഞാൻ ഫെലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അവിടെ വെച്ച് അവരെ തോൽപ്പിച്ചു, ശത്രുവിനെ തകർത്ത് കളഞ്ഞു. യഹോവ എൻ്റെ മുമ്പിൽ എൻ്റെ ശത്രുവിനെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് ബാൽ പെരാസീം എന്ന് പേരിട്ടു. എന്നിട്ട് അവിടെ സംഭവിക്കുന്നത്, അവിടെ അവർ അവരുടെ വിഗ്രഹങ്ങളെ ഇട്ടേച്ചു പോയി. ദാവീദും അവൻ്റെ ആളുകാരും അവയെ എടുത്തുകൊണ്ട് പോന്നു. ആരുടെ വിഗ്രഹങ്ങളാണ്? ഫെലിസ്ത്യരുടെ വിഗ്രഹങ്ങളെ അവരവിടെ ഉപേക്ഷിച്ച് പോന്നു. ദാവീദും കൂടെയുള്ളവരും അതിനെ എടുത്തുകൊണ്ട് പോയി. എന്തിനാണ് അവരെടുത്തുകൊണ്ട് പോയത്? എന്തിനു വേണ്ടിയാണ്? അത് വ്യക്തമായി പറയുന്നത് 1 ദിനവൃത്താന്തം 14-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. അവയെ തീയിലിട്ട് ചുട്ടുകളവാൻ ദാവീദ് കൽപ്പിച്ചു. എന്തിനാണ് കൊണ്ടുപോയത്? ആരാധിക്കാൻ വേണ്ടിയൊന്നുമല്ല, പൂർണ്ണമായി അതിനെ എടുത്തുകൊണ്ട് പോയി തീയിലിട്ട് ചുട്ടുകളയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ആര് ചെയ്യുകയാണ്? ദാവീദ് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ശത്രുവിനെ മാത്രം തോൽപ്പിച്ചത് കൊണ്ട് ജയിക്കാനായിട്ട് പറ്റില്ല. അതായത് മനുഷ്യനെ മാത്രം തോൽപ്പിച്ചത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ജയിക്കാൻ പറ്റത്തില്ല. ഫെലിസ്ത്യരുടെ സൈന്യത്തെ മാത്രം തോൽപ്പിച്ചിട്ട് ജയം കിട്ടില്ല. ആരെ കൂടെ തോൽപ്പിക്കണം? അവരുടെ ആരാധനാമൂർത്തികളെ കൂടെ നശിപ്പിച്ചാലേ അവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മനുഷ്യനെ മാത്രം തോൽപ്പിച്ചിട്ട് കാര്യമില്ല. ആരെയും തോൽപ്പിക്കണം? അതിൻ്റെ ആത്മീയ ലോകത്തെയും തോൽപ്പിച്ചാലേ അവിടെ പൂർണ്ണമായ വിജയം കിട്ടാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ദാവീദ് നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട്. വിജയമെന്ന് പറയുന്നത്, യുദ്ധവിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭൗതിക മേഖലയിൽ മാത്രമുള്ള വിജയമല്ല. ഒരു വ്യക്തി വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതിക മേഖലയോടൊപ്പം ആത്മീയ മേഖലയിലും യുദ്ധം ചെയ്ത് വിജയിച്ചിരിക്കണം. ഭൗതിക മേഖലയിലുള്ള വിജയങ്ങൾ ക്ഷണനേരത്തിൽ മാത്രമേ കൂടെ നിൽക്കുകയുള്ളൂ, ക്ഷണനേരത്തിൽ തീർന്നു പോകും. എന്നാൽ ഭൗതിക മേഖലയിൽ ജയിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ആത്മീയ മേഖലയിൽ കൂടെ ജയിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടിയ വിജയം അതിൻ്റേതായ മൂല്യത്തിൽ പ്രയോജനപ്പെടുത്താനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ദാവീദിന് വേണമെങ്കിൽ ഫെലിസ്ത്യർ ആക്രമിച്ചു, അവരെ തോൽപ്പിച്ചു, എന്ത് ചെയ്യാം? അത് മതി എന്ന് പറഞ്ഞ് മടങ്ങി വരാം. പക്ഷേ ഫിസിക്കലി അല്ലെങ്കിൽ ഭൗതികമായി ഫെലിസ്ത്യരെ തോൽപ്പിച്ചതുകൊണ്ട് വിജയം പൂർണ്ണമായില്ല. കാര്യം പിടികിട്ടിയോ? ഭൗതികമായിട്ട് ഒരു യുദ്ധം ജയിച്ചതുകൊണ്ട് യുദ്ധം പൂർണ്ണമായില്ല. യുദ്ധം പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ആത്മീയമായ കാര്യങ്ങളുണ്ട്. ആത്മീയ ലോകത്തും
ജയം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഫെലിസ്ത്യരുടെ എല്ലാ വിഗ്രഹങ്ങളെയും അവിടെ തീയിട്ട് നശിപ്പിക്കുകയാണ്. എല്ലാത്തിനെയും എടുത്ത് തീയിട്ട് നശിപ്പിക്കുകയാണ്. നമുക്കറിയാം ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഏലിയാവ് ബാലിൻ്റെ പുരോഹിതന്മാരുമായിട്ട് പരസ്പരം മത്സരിക്കുകയാണ്. അവിടെ എല്ലാം എന്ത് ചെയ്യുകയാണ്? തീയിട്ട് നശിപ്പിക്കുകയാണ്. തീയിട്ട് നശിപ്പിക്കുന്നത്, യാഗപീഠത്തിൽ തീ ഇറങ്ങി നശിപ്പിച്ച് കളയുകയാണ് എല്ലാത്തിനെയും. അതുപോലെയാണ് ഒരു യുദ്ധമെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടൊരു വ്യക്തിയെ നമ്മൾ തോൽപ്പിക്കുക എന്നതുകൊണ്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറം ആത്മീയമായിട്ട് പിശാചിനെ നമ്മൾ തോൽപ്പിക്കാനുള്ള ശക്തി നമ്മൾ നേടിയെടുക്കണം. ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ അദൃശ്യ ലോകത്തിലെ അരൂപികളെ തോൽപ്പിക്കുക എന്നതുകൂടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു കൃപയാണ്. അപ്പോൾ ദാവീദിന് ആ കൃപ ദൈവം കൊടുത്തിരുന്നു. മനുഷ്യനെതിരെയും സ്പിരിച്വൽ ലോകത്തിലും ആത്മീയ ലോകത്തിലും ഒരുപോലെ ദൈവം ദാവീദിന് വിജയം കൊടുക്കാനായി ആഗ്രഹിച്ചു. അതിൽ അവന് വിജയം നേടുകയും ചെയ്യുകയാണ്. അങ്ങനെ മുന്നോട്ട് വരികയാണ്. 12-ാമത്തെ വാക്യം. അങ്ങനെ ഫെലിസ്ത്യർ പിന്നെയും താഴ്വരയിൽ വന്നു. അപ്പോൾ ഈ വിഗ്രഹങ്ങളെല്ലാം ചുട്ടുകളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഫെലിസ്ത്യർ എല്ലാവരും കൂടെ മറ്റൊരു സ്ഥലത്ത് വന്നു. നമ്മൾ വായിക്കുന്നത് 2 ശമൂവേൽ 5-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം. ഫെലിസ്ത്യർ പിന്നെയും വന്നു, രെഫായീം താഴ്വരയിൽ പരന്നു. അപ്പോൾ ഇവരെ ആക്രമിച്ചു, വിഗ്രഹങ്ങളെ നശിപ്പിച്ചു. ഒരു സൈഡിൽ കൂടെ എന്ത് ചെയ്തു? വീണ്ടും ഇവർ വളഞ്ഞു വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ദാവീദ് യഹോവയോട് വീണ്ടും ചോദിച്ചു, നീ നേരെ പോകണ്ട. ആര് പറയുകയാണ്? ദൈവം പറയുകയാണ്, ഇനി നീ എന്ത് ചെയ്യണ്ട? നേരെ പോകണ്ട. നേരെ പോകണ്ട, പകരം നീ വളഞ്ഞു ചെന്ന് ബാഖാവൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ നേരിടണം. അതായത് ഫ്രണ്ടിലൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഇനി യുദ്ധം ചെയ്യേണ്ട. അവരെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറയുകയാണ്. പുറകുവശത്തൂടെ കവർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകണം. അവിടെ മനോഹരമായൊരു വാക്യം നമ്മൾ വായിക്കും. 24-ാമത്തെ വാക്യം. ബാഖാവൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി അണിനടക്കുന്ന ഒച്ച പോലെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും. അതായത് ഒരു സൈന്യം മാർച്ച് ചെയ്ത് വരുന്ന ഒരു ശബ്ദം നിങ്ങൾ കേൾക്കും. അപ്പോൾ നിങ്ങൾ വേഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു ചെല്ലണം. ഫെലിസ്ത്യ സൈന്യത്തെ തോൽപ്പിക്കാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് നിനക്കപ്പോൾ മനസ്സിലാകും. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളിനി എന്ത് ചെയ്യേണ്ട? ഫ്രണ്ടിൽ കൂടെ പോയി യുദ്ധം ചെയ്യേണ്ട. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കേട്ടതുകൊണ്ട് ഞാനിനി നിങ്ങൾക്ക് മുമ്പിൽ യുദ്ധം ചെയ്യാനായിട്ട് പോകും. നിങ്ങളുടെ മുമ്പിൽ ആരുണ്ട്? ദൈവമുണ്ട്. നിങ്ങൾ ബാഖാവൃക്ഷങ്ങളുടെ പുറകിൽ കൂടെ നിങ്ങൾ വരണം. ആ വൃക്ഷങ്ങളുടെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഈ വൃക്ഷങ്ങളുടെ ഇലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുമല്ലോ. ആ ഒരു ശബ്ദത്തിൻ്റെ ധ്വനി ഒരു സൈന്യം അണിനിരന്ന് വരുന്നത് പോലെ നിങ്ങൾക്ക് കേൾക്കുന്ന സമയം നിങ്ങൾ വേഗത്തിൽ ചെല്ലണം. നിങ്ങൾക്ക് മുമ്പിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെയാണ് ദാവീദ് പറയുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ എങ്ങനെ ഇരിക്കും? നിർഭയമായിരിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം വന്നു, അപ്പോഴും ഞാൻ എങ്ങനെ ഇരിക്കും? പേടിക്കാതെ നിർഭയമായിരിക്കും. കാരണം ദൈവമാണ് മുമ്പിൽ നിന്ന് യുദ്ധം നയിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, ആശങ്കപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് ദൈവം മുമ്പിൽ നിന്ന് യുദ്ധം നയിക്കുന്നത്? ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ മക്കൾ കേട്ടതുകൊണ്ടാണ്. ദൈവം പറഞ്ഞ വഴികളിലൂടെ പോയത് കൊണ്ടാണ്. ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ചതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളിലൂടെ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മക്കൾ പറയുന്നത് അനുസരിച്ചാൽ ദൈവം മുമ്പേ പോകും, വഴിയെല്ലാം ദൈവം ഒരുക്കും. അവിടെ ഒരു സൈന്യം മാർച്ച് ചെയ്ത് വരുന്ന അണിനിരക്കുന്ന ഒരു ശബ്ദം ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സ്വർഗീയ സൈന്യം അവിടെ എന്ത് ചെയ്തു? ഇറങ്ങിയെന്നാണ്. ഒരു സ്വർഗീയ സൈന്യം ഇറങ്ങിയെന്നാണ്. തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും അവൻ്റെ സൈന്യം പാളയമിറങ്ങി അവരെ വിടുവിക്കും. സ്വർഗീയ സൈന്യത്തിൻ്റെ ശക്തിയാൽ ദാവീദ് ജയിക്കുകയാണ്. 16-ാമത്തെ വാക്യം. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ദൈവം എങ്ങനെ പറഞ്ഞോ അതുപോലെ ചെയ്തു. ഗിബയോൻ മുതൽ ഗേസർ വരെ ഫെലിസ്ത്യ സൈന്യത്തെ ദാവീദ് തോൽപ്പിച്ചു. അങ്ങനെ ദാവീദിൻ്റെ കീർത്തി സകല ദേശങ്ങളിലും പരന്നു. ദാവീദിനെ കുറിച്ച് സകല ദേശത്തും അറിഞ്ഞു. ദാവീദ് ആരാണ്? ഇസ്രായേലിൻ്റെ രാജാവാണ്. അവൻ സാധാരണക്കാരനല്ല. ഫെലിസ്ത്യരെ തോൽപ്പിച്ചവനാണ്. ഫെലിസ്ത്യർ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ചവനാണ്.
ശൗലിൻ്റെ കാലഘട്ടത്ത്. അങ്ങനെ അവനെക്കുറിച്ചുള്ള കീർത്തി ചുറ്റുപാടുമുള്ള നാടുകളെല്ലാം പരന്നു. ദൈവത്തിൻ്റെ മക്കളെ ദൈവം ഇതുപോലെ എല്ലായിടത്തും ദൈവസാന്നിധ്യത്തിൻ്റെ മറവിങ്കൽ മറയ്ക്കുകയും അവരെ ദേശത്ത് ദൈവം മാനിക്കുകയും ചെയ്യും. പിന്നെയോ അവനെക്കുറിച്ചുള്ള ഭയം സകല ജാതികൾക്കും വരുത്തുകയും ചെയ്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിന്ന് കഴിഞ്ഞാൽ ശത്രു നിന്നെ എന്തു ചെയ്യും? ഭയപ്പെടും. കണ്ടോ, ഏറ്റവും ഒടുവിൽ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ അവനെ ഭയപ്പെട്ടു എന്ന് പറയുകയാണ്. ദാവീദ് ആരെയാണ് ഭയപ്പെട്ടത്? ദാവീദ് ഭയപ്പെട്ടത് ദൈവത്തെയാണ്. ദാവീദ് ദൈവത്തെ മാത്രം ഭയപ്പെട്ടു. ദാവീദ് ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ ചുറ്റുപാടുമുള്ളവർ ആരെ ഭയപ്പെട്ടു? ദാവീദിനെ ഭയപ്പെട്ടു. ദൈവത്തിൽ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ സകലവും ദൈവം നമുക്ക് അനുകൂലമായിട്ട് തരും. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. 2 ശമൂവേലിൻ്റെ പുസ്തകം എടുത്ത് അതിൻ്റെ 6-ാം അധ്യായം. അവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരുന്ന സമയത്ത് ഓബേദ്-ഏദോമിൻ്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് അബീനാദാമിൻ്റെ വീട്ടിൽ നിന്ന് അത് കൊണ്ടുവരുന്ന യാത്രയിൽ, ആ പെട്ടകം കൊണ്ടുവരുന്ന യാത്രാമധ്യേ ചെറിയൊരു പ്രശ്നമുണ്ടായി. അതിൽ തൊട്ട ഉസ്സ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. ഇനി നമ്മൾ വായിക്കുക 2 ശമൂവേൽ 6-ാം അധ്യായം 9-ാം വാക്യം. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. അപ്പോൾ ദാവീദിന് ദൈവിക കാര്യങ്ങളിൽ എന്താണ്? ഭയങ്കരമായ പേടിയുണ്ട്. ദൈവിക കാര്യങ്ങളോട് അവന് നല്ല ബഹുമാനമുണ്ട്. അപ്പോൾ അവിടെ വച്ചിട്ട് പറഞ്ഞു, ഇനി എന്ത് ചെയ്യേണ്ട? പെട്ടകം മുന്നോട്ട് കൊണ്ടുപോകണ്ട, നമുക്കിവിടെ നിർത്താം. പക്ഷേ ഏതെങ്കിലും ശത്രുവിൻ്റെ മുന്നിൽ ദാവീദ് ഭയപ്പെട്ടതായിട്ട് പറയുന്നുണ്ടോ? പേടിച്ചു പോയതായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. പക്ഷേ ദാവീദിന് പേടി ആരെ മാത്രമേ ഉള്ളൂ? ഭയം ആരുടെ മാത്രമേ ഉള്ളൂ? ദൈവത്തോടും ദൈവീക കാര്യങ്ങളോടും ദൈവീക വിഷയങ്ങളോടും തികഞ്ഞ ബഹുമാനവും അതിലുപരി അവന് ഭയവുമുണ്ട്. അതാണ് നമ്മൾ വായിച്ച്, അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. അപ്പം ദൈവത്തെ ഭയപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ ജയത്തോടെ നിലനിർത്തും. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, ദാവീദിനെ ചുറ്റുപാടുമുള്ളവർ ഭയപ്പെടുന്ന രീതിയിൽ ദൈവം മാനിച്ചു. അപ്പം നമ്മളെ മാനിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരെ മാനിക്കണം? ദൈവത്തെ മാനിക്കണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ സ്നേഹിക്കണം.